ശബരിമല സ്വർണ്ണക്കേസിൽ ഇന്ന് കേരളം ചോദിക്കുന്നത് ലളിതമായ രാഷ്ട്രീയ ചോദ്യമൊന്നുമല്ല. വിശ്വാസത്തോടും സത്യത്തോടും ബന്ധപ്പെട്ട ഗുരുതരമായ ചോദ്യമാണ്. അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നീ കോൺഗ്രസ് നേതാക്കൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കൊപ്പം സോണിയാഗാന്ധിയുമായി ഒറ്റ ഫ്രെയിമിൽ നിൽക്കുന്ന ചിത്രം ഇന്ന് കേരള ജനതയുടെ മുന്നിലുണ്ട്. ആ ചിത്രം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരൊറ്റ വിശദീകരണവും കോൺഗ്രസ് ഇതുവരെ നൽകിയിട്ടില്ല. ശബരിമല സ്വർണം കവർന്ന കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഡൽഹിയിൽ സോണിയാഗാന്ധിയെ നേരിൽ കണ്ടത്? സ്വർണം കട്ടവനും അത് വിറ്റവനും ആ പണം വാങ്ങിയവരുമൊക്കെ എങ്ങനെ കോൺഗ്രസ് അധ്യക്ഷയോടൊപ്പം ഒരേ വേദിയിലെത്തി? ആ അപ്പോയിൻമെൻറ്റ് ആരാണ് തരപ്പെടുത്തിയത്? AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അറിയാതെ ഇതൊക്കെ നടക്കുമോ? ഓർക്കേണ്ടത് മറ്റൊന്നുകൂടിയാണ്. പോറ്റി ശബരിമലയിൽ കയറിയത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തല്ല, അല്ല. KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ആണ്. കോൺഗ്രസ്സിന് ശബരിമലയിൽ രാഷ്ട്രീയ സ്വാധീനം ശക്തമായിരുന്ന അക്കാലം. അതിനാൽ ഈ കേസിൻ്റെ ഉത്തരവാദിത്വം ഇനി ഇടതുപക്ഷത്തിൻ്റെ ചുമലിൽ വെച്ച് കൈ കഴുകാനുള്ള ശ്രമം കോൺഗ്രസ് നിർത്തണം. ആന്റോ ആന്റണിക്ക് 2 കോടി രൂപയുടെ ഇടപാട്, തന്ത്രിയുടെ പണം നിക്ഷേപിച്ചിരുന്ന ഫിനാൻസ് സ്ഥാപനവുമായുള്ള ബന്ധം, തെരഞ്ഞെടുപ്പ് ചെലവിൻ്റെ കണക്ക്, നികുതി രേഖകൾ, ഇതൊന്നും ചെറിയ ആരോപണങ്ങളല്ല. ഇവയെല്ലാം അന്വേഷിക്കപ്പെടുമ്പോഴാണ് കോൺഗ്രസ് SITയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത് ശബരിമലയുടെ സ്വർണത്തെയും വിശ്വാസത്തെയും കോൺഗ്രസ് പാർട്ടി തകർത്തിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോൾ വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നു എന്നാണ്. അടൂർ ചിത്രത്തിന് സ്വർണ്ണപ്രകാശമോ?